ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 10th ഓണം എക്സാമിന് ചോദിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ക്വസ്റ്റ്യനാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്വസ്റ്റ്യനാണ് 7, 13, 19. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് 11th ടേം. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇപ്പോൾ 7ന് ശേഷം ഇവിടെ വരുന്നത് 13, 19 ഒരേ നമ്പർ വീതം, ഒരേ കോമൺ ഡിഫറൻസ് വീതം ആഡ് ചെയ്ത് പോകുന്ന നമ്പറിനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുക. ഇപ്പോൾ ഇത് 7, 13, 19 6 വീതമാണ് ആഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുമുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ഇസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഡിനോട്ട് ചെയ്യുന്ന ടേം ഡി എന്നാണ്. ഡി കോമൺ ഡിഫറൻസ്. അപ്പോൾ ഡി കാണാനായിട്ട് എന്ത് വേണം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 13 - 7 6. അതുപോലെ നമുക്ക് ഡി കാണണമെങ്കിൽ വേറെ എന്ത് ചെയ്യാം? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അപ്പോൾ തൊട്ടടുത്തുള്ള ടേംസ് ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഇല്ലെങ്കിൽ നമുക്ക് ഫോർത്ത് ടേം ഉണ്ടെങ്കിൽ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, അതായത് തൊട്ടടുത്തുള്ള 2 നമ്പറുകളുടെ ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഇറ്റ്സ് 11th ടേം. ഇതിൻ്റെ 11ാമത്തെ ടേം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 11ാമത്തെ ടേം എന്ന് പറയുമ്പോൾ ഈ 7 എന്ന് പറയുന്നത് 1ാമത്തെ ടേമാണ്, 13 എന്ന് പറയുന്നത് 2ാമത്തെ ടേമാണ്, 19 എന്ന് പറയുന്നത് 3ാമത്തെ ടേമാണ്. അപ്പോൾ നമുക്ക് 11th ടേം x11 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം x1 + 10 × d എന്ന് എഴുതാം. ഇത് എങ്ങനെയാണ് ഇത് വരുന്നത്? ഇത് എങ്ങനെ വന്നതെന്ന് അറിയാത്തവരൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സെക്കൻഡ് ടേം നോക്കി, ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്, അതായത് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ x2 എന്ന് പറയുന്നത് x1 + 1d എന്ന് പറയാം. x3 നോക്കൂ, x3 എന്ന് പറയുന്നത് നോക്കി 19 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ ഒപ്പം നമ്മൾ ഫസ്റ്റ് ടേം പ്ലസ് 2d ആണ് വരാം. നോക്കൂ, ഫസ്റ്റ് ടേം 7, 2 × 6 7 + 12 19. അപ്പോൾ ഓരോ x3 എന്ന് പറഞ്ഞാൽ x1 + 2d, x4 എന്ന് പറഞ്ഞാൽ x3 + 3d. അപ്പോൾ ഓരോ d കൂടി വരും ഓരോ ടേമിന്. അപ്പോൾ നമ്മളോട് 11ാമത്തെ ടേം കാണാൻ പറഞ്ഞാൽ x1 + 10d. ഇനി നിങ്ങൾക്ക് 50ാമത്തെ ടേം കാണാൻ പറഞ്ഞത് വരും x50 = x1 + 49d. ഇനി 100ാമത്തെ ടേം കാണാൻ പറഞ്ഞാൽ x100 = x1 + 99d. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു ഏത് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇവിടെ x11 കണ്ടുപിടിക്കാനായിട്ട് x1 എന്ന് പറയുന്നത് 7ാമത്തെ ടേമാണ്, പ്ലസ് 10 × d എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? d6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 7 + 10 × 6, 10 × 6 60 ആണ്. 60 + 7 67. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 11th ടേം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മാത്സ് എക്സാമിന് ഓണപ്പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുക.